നമസ്കാരം. ഇസ്രായേൽ സൈന്യം ഗസയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. അൽ ജസീറ അറബിക് ചാനലിന്റെ ക്യാമറമാൻ അഹമ്മദ് വിഷോയാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച മധ്യ ഗസയിലെ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലുള്ള അഹമ്മദ് വിഷോയുടെ വീടിന് നേരെയായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ അഹമ്മദ് വിഷോയുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അൽ ജസീറയുടെ ഗസയിലെ തത്സമയ സംരക്ഷണങ്ങളിലും വാർത്താ കവറേജുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അഹമ്മദ് വിഷ. ആക്രമണത്തിൽ മറ്റൊരു ഫലസ്തീനി പൗരനും പരിക്കേറ്റതായി അവിടെയുള്ള അൽ ജസീറ ജീവനക്കാരൻ അറിയിച്ചു. അൽ ജസീറ മുബാഷർ ലേഖകനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതിനെ അപലപിക്കുന്നുവെന്ന് അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 12ാമത്തെ അൽ ജസീറ മാധ്യമപ്രവർത്തകനാണ് അഹമ്മദ് വിഷ. നേരത്തെ മാധ്യമപ്രവർത്തകരായ ഷിറിൻ അബു അക്ലേഹ്, സമീർ അബുത്തക, ഹംസ അൽ ദഹ്ദു, ഇസ്മായിൽ അൽ ഗൗൽ എന്നിവരും ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. അഹമ്മദ് വിഷയുടെ മരണത്തിൽ അൽ ജസീറ നെറ്റ്വർക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഏപ്രിൽ 8-ന് വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെ ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റൊരു മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് വിഷയുടെ സഹോദരനാണ് കൊല്ലപ്പെട്ട അഹമ്മദ് വിഷ. അൽ ജസീറയുടെ ഗസയിലെ തത്സമയ സംരക്ഷണങ്ങളിൽ ഉൾപ്പെടെ ഗസയിലെ കടുത്ത യുദ്ധ സാഹചര്യങ്ങളിൽ ലോകത്തിന് മുന്നിലെത്തിക്കുന്നതിൽ അഹമ്മദ് വിഷ നിർണായക പങ്ക് വഹിച്ചിരുന്നു. അതേസമയം അഹമ്മദ് വിഷ ഹമാസിന്റെ റോക്കറ്റ് ആയുധ നിർമ്മാണ ആസ്ഥാനത്തെ പ്രധാന ഭീകരനായിരുന്നതിനാലാണ് അയാളെ വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. എന്നാൽ അൽ ജസീറ ഈ ആരോപണം തള്ളി. ഗസയിലെ അൽ ജസീറ മാധ്യമപ്രവർത്തകർക്കും ക്യാമറാമാൻമാർക്കുമെതിരെ തങ്ങൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുന്നതിനായി ഇസ്രായേൽ സൈന്യം തങ്ങളുടെ ജീവനക്കാർക്കെതിരെ നിരന്തരം വ്യാജ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് അവർ പറഞ്ഞു. 2023 ഒക്ടോബർ മുതൽ അൽ ജസീറ ജീവനക്കാർക്കെതിരെ വ്യാജവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇസ്രായേൽ ക്യാമ്പയിൻ നടത്തി വരികയാണെന്നും അൽ ജസീറ കുറ്റപ്പെടുത്തി. ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന വംശഹത്യ ധീരമായി റിപ്പോർട്ട് ചെയ്യാനും തുറന്നു കാട്ടാനും തുനിഞ്ഞിറങ്ങി എന്ന ഒരൊറ്റ കുറ്റത്തിന് ഇരയാകുന്ന മാധ്യമപ്രവർത്തകരെയും ക്യാമറമാൻമാരെയും ബോധപൂർവ്വം ലക്ഷ്യം വെക്കുന്നതിനെ ന്യായീകരിക്കാനുള്ള ശ്രമമായിട്ടാണ് ഈ അപവാദ പ്രചാരണത്തെ കണക്കാക്കുന്നതെന്നും അൽ ജസീറ ആരോപിച്ചു. ലോകം സാക്ഷ്യം വഹിക്കുന്ന സത്യത്തെ മൂടിവെക്കാൻ ഇവയ്ക്ക് കഴിയില്ലെന്നും നെറ്റ്വർക്ക് വ്യക്തമാക്കി. അതേസമയം 2023 യുദ്ധം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 260 ഫലസ്തീൻ മാധ്യമപ്രവർത്തകരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ലോകമെമ്പാടുമുള്ള മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ CPJ റിപ്പോർട്ട് ചെയ്യുന്നു. ബുറൈജ് ക്യാമ്പിലുണ്ടായ ആക്രമണത്തോടെ ശനിയാഴ്ച ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം 10 ഉയർന്നു. സെൻട്രൽ ഗസ സിറ്റിയിൽ തകർക്കപ്പെട്ട വീടിനുള്ളിലുണ്ടായിരുന്ന 2 കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേരും മറ്റിരകളിൽ ഉൾപ്പെടുന്നു. ഗസ സിറ്റിക്ക് വടക്കുണ്ടായ ആക്രമണത്തിൽ ഒരു പുരുഷനും വടക്കൻ ബെയ്ത്ത് ലാഹിയ പ്രദേശത്ത് ഇസ്രായേൽ വെടിവെപ്പിൽ ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിലെ ഷെയ്ഖ് റദ്വാൻ പരിസരത്തും പടിഞ്ഞാറൻ ഖാൻ യൂനിസിലും ആളുകൾ കൂട്ടം കൂടി നിന്ന സ്ഥലങ്ങൾക്ക് സമീപവും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തി. ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ശനിയാഴ്ച പുലർച്ചെ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികനും കൊല്ലപ്പെട്ടു. 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കെരൈം മഹാരലിൽ നിന്നുള്ള കമാൻഡോ ബ്രിഗേഡ്സിന്റെ മഗ്ലൻ യൂണിറ്റിലെ സർജൻ ഫസ്റ്റ് ക്ലാസ് നിർബൻ അരിയാണ് കൊല്ലപ്പെട്ടത്. അലി താഹർ പർവ്വതനിരയ്ക്ക് താഴെയുള്ള ഹിസ്ബുള്ളയുടെ പ്രധാന ഭൂഗർഭ കേന്ദ്രം പിടിച്ചെടുക്കാനുള്ള നടപടികൾക്കിടയിലാണ് സൈനികൻ കൊല്ലപ്പെടുന്നത്. തെക്കൻ ലെബനനിൽ തങ്ങൾ പ്രഖ്യാപിച്ച സുരക്ഷാ മേഖലയ്ക്ക് പുറത്ത് വെടിവെപ്പ് നിർത്തിയതായും എന്നാൽ ഈ പർവ്വതനിര ഉൾപ്പെടുന്ന മേഖലയ്ക്കുള്ളിൽ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്നും ശനിയാഴ്ച IDF അറിയിച്ചു.